വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ കുറച്ച് വറുത്തരച്ച ഒരു സാമ്പാർ. ഈ തൃശ്ശൂർ, പാലക്കാട് ആ സൈഡിലൊക്കെയാണ് ഈ തേങ്ങ വറുത്തരച്ച സാമ്പാർ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയപ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇടിപ്പോൾ ഞാൻ മുരിങ്ങയ്ക്ക, ഒരു സ്വല്പ ചെറിയൊരു പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുമ്പളങ്ങ, പൊട്ടറ്റോ, ടൊമാറ്റോ, ഒരു ക്യാരറ്റ്, ഒരു സവോള, ഒരു 4-5 വെണ്ടയ്ക്ക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. ചില സ്ഥലങ്ങളിൽ ചേനയൊക്കെ ചേർക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് വേണേ. പിന്നെ കുറച്ച് തേങ്ങ. ആ തേങ്ങയിൽ ഞാൻ കറിവേപ്പില, ഒരു 4-5 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഇത് വറുക്കുന്ന സമയം ഇതും കൂടെ ചേർത്തങ്ങ് വറുക്കണം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കൊരു സ്വല്പ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ഒക്കെ ആ സമയത്ത് നമുക്ക് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് സാമ്പാർ പുളി. സാമ്പാർ പുളി ഇവിടെ ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കുവാണേ. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം ഈ പരിപ്പ് ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് 2 വിസിൽ അടിച്ചെടുക്കണേ. ആദ്യം നമ്മൾ അത് വേണം ചെയ്യാനേ. അതിനുശേഷം നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ. മുരിങ്ങയ്ക്ക അരിയേണ്ട കാര്യമില്ല, മുരിങ്ങയ്ക്ക ഇതുപോലെ ഇടാം. 2 വിസിൽ പരിപ്പ് വെന്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ഇട്ട് 1 വിസിലും കൂടെ അടിച്ചാൽ മതി. അന്നേരത്തിന് നമ്മുടെ വെജിറ്റബിൾ എല്ലാം റെഡി ആയി കിട്ടുവേ. മുരിങ്ങയ്ക്ക നമുക്ക് മുറുക്കിയൊന്നും വേണ്ട കേട്ടോ. ക്യാരറ്റ് നമ്മളൊരു 4ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ചിലർക്ക് കുറച്ചുകൂടെ ചെറുതായിട്ട് ഇടുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് കുക്കറിൽ തന്നെ ഇട്ടാൽ ഞാൻ 1 വിസിലടിച്ചൊന്ന് വേവിക്കുന്നത്. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. വെണ്ടയ്ക്ക നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, കുറച്ചൊരു എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമെങ്കിൽ ഉണ്ടല്ലോ നല്ലതായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഇന്ന് ചെയ്യാവേ. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. നമ്മളിതാണ്ട് കഷ്ണങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കുക്കറിൽ തന്നെ പരിപ്പ് വെന്തതിന് ശേഷം 1 വിസിൽ അടിച്ചെടുക്കുവേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ അതൊന്നും മൂടി വെക്കാതെ ഒക്കെ വെന്ത് വരണം. അത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. പെട്ടെന്ന് ചെയ്യണമെങ്കിൽ കുക്കറിൽ തന്നെ 1 വിസിൽ ഈ വെജിറ്റബിൾ അടിച്ചാൽ മതിയേ. പിന്നെ വെണ്ടയ്ക്ക ആ സമയത്ത് ഇടരുത്, കലങ്ങി പോവും വെണ്ടയ്ക്ക കേട്ടോ. ഞാൻ ആദ്യമായിട്ട് സാമ്പാർ ഇടുമ്പോൾ ഇതുപോലെ എല്ലാം കൂടി വെണ്ടയ്ക്ക ഉൾപ്പെടെ എടുത്ത് കുക്കറിനകത്ത് അടിച്ചെടുത്തു കേട്ടോ. അത് മൊത്തത്തിൽ കുഴമ്പ് പോലെ ഒരു സുഖമില്ലാത്ത ഒരു സാമ്പാറായിപ്പോയി. ഈ വെണ്ടയ്ക്ക നമ്മൾ ഒരു ചെറിയൊരു പാനിലിട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാനിവിടെ ഈ തേങ്ങ ഇതുപോലെ ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ മാത്രമല്ല, നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്, 4-5 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്യുവേ. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ കുറച്ച് കായപ്പൊടി, അതൊരു 1/4 ടീസ്പൂൺ മതി. ഒരുപാടങ്ങ് കൂടുകയും വേണ്ട കേട്ടോ. പിന്നെ കായം മാത്രമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. ആ വെജിറ്റബിൾ വേവിക്കുന്ന സമയത്ത് വേണേൽ നമുക്കത് ആഡ് ചെയ്യാം. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ പരിപ്പ് ഇവിടെ വേഗം വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത്. അതിനകത്ത് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആവി നമുക്ക് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ കളഞ്ഞിട്ട് ആ വെജിറ്റബിളും കൂടി ഇട്ടിട്ട് 1 വിസിൽ ഞാൻ അടിക്കും. 1 മിനിറ്റ് നമ്മൾ ഈ പൊടികൾ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ചൂടാക്കണം, അല്ലെങ്കിൽ ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ അത് വരും. ഞാനിപ്പം ഉലുവാപ്പൊടി ചേർത്തിട്ടില്ല. ഉലുവ ഞാൻ കടുക് വറുക്കുമ്പോൾ ഇട്ട് പൊട്ടിക്കത്തേ ഉള്ളേ. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഞാനിവിടെ പരിപ്പ് ഒരു 2 വിസിൽ വന്നിട്ട് വെച്ചേക്കുക. ഇത്രയും വെള്ളം ഒഴിച്ച് ഞാൻ കൊടുക്കുവേ. കാരണം ഈ വെജിറ്റബിളും കൂടെ നമ്മൾ ഇതിനകത്തിട്ട് വേവിക്കാനുള്ളതല്ലേ. അപ്പം കുറച്ച് വെള്ളം കൂടുതലിട്ട് കൊടുക്കണേ. എന്നിട്ട് ഈ വെജിറ്റബിൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പരിപ്പ് ചേർത്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നേ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ. കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് 1 വിസിൽ ഗ്യാസ് കത്തിച്ച് കൊടുക്കണം. ഇത് 1 വിസിൽ വരുമ്പം നമുക്കിത് ഓഫ് ചെയ്യാവേ. ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ വഴറ്റിയിട്ട് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു നൂല് പോലുള്ള ഇതോ അങ്ങനത്തെ ഒന്നും കാണത്തില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വഴറ്റിയിട്ട് നമുക്ക് മറ്റേ വെജിറ്റബിളിനകത്തോട്ട് ചേർത്താൽ മതി കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ
ഈ വഴറ്റി വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ഈ വറുത്തരച്ചത് നന്നായിട്ട് ഈ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നന്നായിട്ട് അത് ആറിയതിന് ശേഷമേ മിക്സിയിലിട്ട് അരയ്ക്കാവുള്ളേ. ആദ്യം അതങ്ങ് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനേ. ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കണേ. ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ചിലർക്ക് നല്ല കുറുകിയ സാമ്പാറായിരിക്കും ഇഷ്ടം, ചിലർക്ക് അങ്ങനെ ഒരുപാട് കുറുകിയത് ഇഷ്ടമല്ല. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഈ പുളിവെള്ളം ഉണ്ടല്ലോ, പുളി പിഴിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണേ. ഗ്യാസ് ഇപ്പം ഓൺ ആകട്ടോ. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണം. കഷ്ണങ്ങൾ വെന്ത് കിടക്കുക, എന്നാലും ആ പുളിവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചേക്കണേ. ഇപ്പം തന്നെ കുറുകിയ സാമ്പാറാണ്, കണ്ടോ. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെക്കുന്നതല്ലേ. വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. ഇഡലിയുടെ ഒക്കെ കൂടാണെങ്കിൽ കുറച്ച് കുറുകിയ ടൈപ്പ് സാമ്പാറാണ് നല്ലത്. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ സ്വല്പം ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണേ. നമ്മൾ ഉപ്പിട്ടാണ് വെജിറ്റബിളൊക്കെ വേവിച്ചേക്കുന്നത്. ആ പുളിവെള്ളം ഒഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഉപ്പൊരു സ്വല്പം കൂടെ ഒന്ന് വേണ്ടി വരും എപ്പോഴും. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടന്നൊന്ന് തിളക്കട്ടെ. നമ്മുടെ വെജിറ്റബിൾ എല്ലാം വെന്ത് കിടക്കുക. ഇനി ആ വെണ്ടയ്ക്കാണെങ്കിലും ഉണ്ടല്ലോ അത് നന്നായിട്ട് വഴറ്റിയിട്ടില്ലേ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഇനി വേവിക്കേണ്ട കാര്യമില്ല. ഒരു 3-4 മിനിറ്റ് പുളി ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കിട്ടണേ. നല്ല ചൂട് ചോറും ചൂട് സാമ്പാറും ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് വരുമ്പോഴുണ്ടല്ലോ നമുക്ക് തന്നെ ഒരു സന്തോഷം അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയട്ടെ. നമ്മുടെ സാമ്പാർ ഇവിടെ വെച്ചിട്ട് 5 മിനിറ്റായേ. പുളിവെള്ളവും അരപ്പും എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കർ വേവിച്ച കാരണം പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുമേ. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോ കേട്ടോ. സാമ്പാറിനകത്തുണ്ടല്ലോ ചെറിയൊരു കഷ്ണം മത്തൻ ഞാൻ ഇട്ടത്, വളരെ ചെറിയ കഷ്ണം മത്തനാണ്. അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ മത്തങ്ങ ഇടാതെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഇട്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ചെറിയൊരു പീസ് മത്തൻ ഇടുക, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കടുക് വറുത്തിട്ടാൽ മതിയേ. സാമ്പാർ റെഡിയായി. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, നമ്മൾ ഉലുവാപ്പൊടി അതിനകത്ത് ചേർത്തിട്ടില്ലായിരുന്നേ, ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഉലുവയൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമേ ബാക്കിയുള്ള ഉള്ളി ഇടാവുള്ളേ. കടുക് ഉലുവയൊക്കെ പൊട്ടി ആ ഒരു എണ്ണയ്ക്കകത്ത് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങും. അന്നേരം പൊട്ടാത്തതാകുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഫ്ലേവർ ഒന്നും പുറത്തേക്ക് വരത്തില്ല. ചില സമയങ്ങളിൽ നമ്മൾ പൊട്ടിയില്ലെങ്കിൽ സാരമില്ല എന്നൊക്കെ വിചാരിച്ചെടുത്ത് ഇല്ല, ധൃതിയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമ്മൾ 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ആ മുളക് അതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ആകുമ്പോൾ ഉണ്ടല്ലോ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുവേ. അതിനാണ് നമ്മൾ ഈ മോര് കാച്ചിയതിനും ഒക്കെ ഇങ്ങനെ ചില തോരനുകളിലും ഒക്കെ നമ്മളിങ്ങനെ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കരിവേപ്പിലയൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ആ ഒരു ബ്രൗൺ കളർ വന്നില്ലേ. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളുടെ അമ്മ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. കടുക് വറുത്ത് കഴിയുമ്പോൾ ഒരു സ്വല്പം ഗ്രേവിയോ അല്ലെങ്കിൽ തോരനോ എന്തേലും ഒന്ന് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതും കൂടെ അങ്ങ് എടുക്കും. ഇനി ഇത് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ തേങ്ങ വറുത്തരച്ച നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ, എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ഇത് ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂരിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞാനിത് ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. വെജ് കഴിക്കുന്നവരാണെങ്കിൽ നല്ല തോരന്, ഇഞ്ചിപ്പുളി, അച്ചാറ്, പപ്പടം, അങ്ങനെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. ഇഡലി, ദോശ, പിന്നെ നെയ്റോസ്റ്റ്, മസാല ദോശ, അങ്ങനെയുള്ള ഐറ്റത്തിൻ്റെയും കൂടെ പോകും. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഫിഷ് ഫ്രൈ, മീൻ പീര, ചിലരുണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെ പോലും ഈ സാമ്പാർ കഴിക്കും കേട്ടോ. ആദ്യം എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര അതിശയമായിട്ട് തോന്നി. പക്ഷെ ചിലർക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ, ഏത് ഫുഡിൻ്റെ കൂടെ എന്ത് കഴിക്കണം അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിരിക്കും. അങ്ങനെ കഴിക്കുന്നവർക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.
അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്